partial differential equations. Partial differential equations arise in the study of many branches of applied mathematics like fluid dynamics, heat transfer, boundary layer flow, elasticity, quantum mechanics and electromagnetic theory. നമ്മുടെ അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ ഒരുപാട് ബ്രാഞ്ചസിൽ ആപ്ലിക്കേഷൻ വരുന്നതാണ് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, ബൗണ്ടറി ലെയർ ഫ്ലോ അതുപോലുള്ള ടോപ്പിക്സിലെല്ലാം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരും. And only a very few of these equations can be solved by analytical methods which are also complicated, requiring use of advanced mathematical techniques. അപ്പോൾ ഈ പല ബ്രാഞ്ചസിൽ അല്ലെങ്കിൽ പല സ്റ്റഡി ഏരിയാസിൽ വരുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എല്ലാം ഒന്നും നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. വളരെ ചുരുക്കം ചില ഇക്വേഷൻസ് മാത്രമേ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്താൽ പോലും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കാരണം അതിന് ഒരുപാട് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ ടെക്നിക്സിന്റെ ഉപയോഗം വരുന്നുണ്ട്. So in most of the cases it is easier to develop approximate solutions by numerical methods. നമുക്കറിയാം അനലിറ്റിക്കൽ സൊല്യൂഷൻ ആകുമ്പോൾ കുറച്ചുകൂടി എക്സാക്ട് സൊല്യൂഷൻ ആയിരിക്കും, പക്ഷേ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ കോംപ്ലക്സ് ടെക്നിക്സിന്റെ ഒക്കെ ആവശ്യം വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കും ബൈ യൂസിങ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്. In most of the cases it is easier to develop approximate solution by numerical methods. Among all the numerical methods available for solution of partial differential equations, the method of finite differences is most commonly used. അപ്പോൾ partial differential equations solve ചെയ്യാൻ കുറച്ചധികം ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെയും ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് the derivatives appearing in the equation and the boundary conditions are replaced by finite difference approximation. അതായത് ബൗണ്ടറി ഇക്വേഷൻസിൽ വരുന്നതും അതിന്റെ ബൗണ്ടറി കണ്ടീഷൻസിനെ എല്ലാം ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോക്സിമേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡിൽ റീപ്ലേസ് ചെയ്യും. Then the given equation is changed to a system of linear equations which are solved by iterative procedures. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്താണ് അതായത് ഈ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, ഡെറിവേറ്റീവ്സ് ഇക്വേഷനിൽ വരുന്ന ഡെറിവേറ്റീവ്സിനെ ബൗണ്ടറി കണ്ടീഷൻസിനെ എല്ലാം ഫൈനൈറ്റ് ഡിഫറൻസ് അപ്രോക്സിമേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും തന്നിരിക്കുന്ന സിസ്റ്റത്തിനെ നമുക്ക്, അതായത് തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആക്കി മാറ്റാം. എന്നിട്ട് ഈ സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ ഐറ്ററേറ്റീവ് പ്രൊസീജിയർ ഉപയോഗിച്ച് സോൾവ് ചെയ്യും. ദി പ്രോസസ്സ് കുറച്ച് സ്ലോ ആണെങ്കിലും ഇറ്റ് പ്രൊഡ്യൂസസ് ഗുഡ് റിസൾട്ട്സ് ഇൻ മെനി ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. അപ്പൊ ഈ ഐറ്ററേറ്റീവ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് കുറച്ച് സ്ലോ ആണ്, കാരണം എല്ലാ ഐറ്ററേഷൻസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിലോട്ട് എത്താൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട്സ് തന്നെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിന് കിട്ടും. An added advantage of this method is that computation can be carried by electronic computers. ഈ കമ്പ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. Sometimes method of relaxation proves quite effective to accelerate the solution. ചിലപ്പോൾ നമ്മൾ റിലാക്സേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക, അതായത് സാധാരണ ഐറ്ററേറ്റീവ് പ്രൊസീജിയർ ആകുമ്പോൾ കുറച്ച് സ്ലോ ആയതുകൊണ്ട് സൊല്യൂഷൻ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സംടൈംസ്, അതായത് നമ്മൾ ഇടയ്ക്ക് ചിലപ്പോൾ റിലാക്സേഷൻ മെത്തേഡും കൂടെ യൂസ് ചെയ്യും. സോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ അനലിറ്റിക്കൽ മെത്തേഡിനെക്കാളും കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അതിൽ തന്നെ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Now let us see what are the classification of അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് യൂസിങ് ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതിൽ തന്നെ
ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ് derivatives and boundary conditions replaced by finite differences and given equation converted to a set of linear equations and it is solved by iterative methods. Then solved by iterative methods. Slow process but good results. അപ്പോൾ നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. General linear partial differential equation in the second order is of in two independent variables. General linear partial differential equation. General linear partial differential equation of second order in two independent variables is of the form general linear partial differential equation of second order in two independent variables is of the form. General form ആണ് a of xy dou square u by dou x square plus b of xy dou square u by dou x dou y plus c of xy into dou square u by dou y square plus f of x y u dou u by dou x dou u by dou y equal to 0. അപ്പോൾ ഇതാണ് general linear partial differential equation of second order in two independent variables ന്റെ general form. a of xy into dou square u by dou x square plus b of xy into dou square u by dou x dou y plus c of xy into dou square u by dou y square plus f of xy u dou u by dou x dou u by dou y equal to 0. ഇനി നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ജനറൽ ഈ ജനറൽ ഫോം ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ b സ്ക്വയർ മൈനസ് 4ac വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പൊ അതനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരും. സോ ഇതിനകത്തുനിന്ന് b സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. അത് ലെസ് ദാൻ 0 ആവാം, ഈക്വൽ ടു 0 ആവാം, ഗ്രേറ്റർ ദാൻ 0 ആവാം. b സ്ക്വയർ മൈനസ് 4ac വാല്യൂ ലെസ് ദാൻ 0 ആവാം, ഈക്വൽ ടു 0 ആവാം, ഗ്രേറ്റർ ദാൻ 0 ആവാം. ഇതിൽ തന്നെ
b square minus 4ac less than 0 ആണെങ്കിൽ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എലിപ്റ്റിക് ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക് ആയിരിക്കും. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ is said to be elliptic if b square minus 4ac less than 0. ഇനി if b square minus 4ac equal to 0, partial differential equation is said to be parabolic. And if b square minus 4ac is greater than 0, the given partial differential equation is said to be hyperbolic. b square minus 4ac less than 0 ആണെങ്കിൽ എലിപ്റ്റിക് ആയിരിക്കും. ആ തന്നിരിക്കുന്ന ഇക്വേഷൻ എലിപ്റ്റിക് ഇക്വേഷൻ ആയിരിക്കും. b square minus 4ac equal to 0 ആണെങ്കിൽ പാരബോളിക് ഇക്വേഷൻ. and b square minus 4ac greater than 0 ആണെങ്കിൽ ഹൈപ്പർബോളിക് ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇതിൽ ഓരോന്നും നിങ്ങൾ പാരബോളിക്കും എലിപ്റ്റിക് ഇക്വേഷനും ഒക്കെ സോൾവ് ചെയ്യാൻ പഠിക്കണം. Parabolic equation. One-dimensional heat conduction equation is a well-known example of parabolic partial differential equation. ഇതിന്റെ എക്സാമ്പിൾ ആണ് one-dimensional heat conduction equation. One-dimensional heat conduction equation. Equation എന്ന് പറയുന്നത് dou u by dou t is equal to c square into dou square u by dou x square. ഇതിനെയാണ് one-dimensional heat equation എന്ന് പറയുന്നത്. The solution of this equation is a temperature function which is defined for value of x from 0 to L and for values of time from 0 to infinity. For one-dimensional heat equation, dou u by dou t is equal to c square into dou square u by dou x square ആണ് a typical example for parabolic partial differential equation. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? സൊല്യൂഷൻ എന്ന് പറയുന്നത് u of xt. Solution is of the form u of xt defined for value of x from 0 to L. Defined for value of x from 0 to L and values of t from 0 to infinity. One-dimensional heat conduction equation the solution u of xt is defined for value of x from 0 to L and values of t from 0 to infinity. The solution is not defined in a closed domain but advanced in an open-end region from initial value satisfying prescribed boundary condition. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഡൊമൈനിലല്ല അതിന്റെ സൊല്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബട്ട് അഡ്വാൻസസ് ഇൻ ഓപ്പൺ എൻഡഡ് റീജിയൻ ഫ്രം ഇനീഷ്യൽ വാല്യൂ സാറ്റിസ്ഫൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ്. ഇത് കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിരിക്കും, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഓപ്പൺ എൻഡഡ് റീജിയനിലോട്ട് എക്സ്പാൻഡ് ചെയ്യും. സൊല്യൂഷൻ ഇനീഷ്യൽ വാല്യൂവിൽ നിന്നും ഓപ്പൺ എൻഡഡ് റീജിയനിലോട്ട് എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം.
സൊല്യൂഷൻ ഇങ്ങനെ അഡ്വാൻസ് ചെയ്യും. സൊല്യൂഷൻ advances. This is open ended region R. Region nalla namukku domain open ended domain R. ഇവിടെയാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻസ് ഇതെന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ. അതുപോലെ ഇതും ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഇതുപോലെ തന്നെ സ്റ്റഡി ഓഫ് പ്രഷർ വേവ്സ് ഇൻ എ ഫ്ലൂയിഡ്, പ്രൊപ്പഗേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് അൺസ്റ്റഡി സ്റ്റേറ്റ് പ്രോബ്ലംസ് ലീഡ് ടു പാരബോളിക് ടൈപ്പ് ഓഫ് ഇക്വേഷൻ. ഇപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷന് പുറമെ സ്റ്റഡി ഓഫ് പ്രഷർ വേവ്സ് ഇൻ എ ഫ്ലൂയിഡ് ഇതിൽ തന്നെ വരുന്നു. സ്റ്റഡി ഓഫ് pressure waves in a fluid, propagation of heat, propagation of heat and unsteady state problems. Unsteady state problems. അപ്പോൾ ഇത് ഈ പറഞ്ഞ മൂന്നെണ്ണം, അതായത് സ്റ്റഡി ഓഫ് പ്രഷർ വേവ്സ് ഇൻ എ ഫ്ലൂയിഡ്, പ്രൊപ്പഗേഷൻ ഓഫ് ഹീറ്റ് ഇൻ അൺസ്റ്റഡി സ്റ്റേറ്റ് പ്രോബ്ലംസ്, ദെൻ ഇതെല്ലാം എന്താണ് പാരബോളിക് ഇക്വേഷൻസ് ആണ് തരുന്നത്. ഈ സ്റ്റഡീസ് എല്ലാം പാരബോളിക് ഇക്വേഷൻ ആണ് തരുന്നത്. അപ്പോൾ വൺ ഡയമെൻഷൻ ഹീറ്റ് കണ്ടക്ഷന് പുറമെ പ്രൊപ്പഗേഷൻ ഓഫ് ഹീറ്റ്, അൺസ്റ്റഡി സ്റ്റേറ്റ് പ്രോബ്ലം, സ്റ്റഡി ഓഫ് പ്രഷർ വേവ്സ് ഇൻ എ ഫ്ലൂയിഡ്, ഇതെല്ലാം ലീഡ് ടു പാരബോളിക് ടൈപ്പ് ഓഫ് equations. All lead to parabolic type of equations. Now let us see solution of one dimensional heat equation. Solution of one dimensional heat equation. Solution of one dimensional heat equation. Dou u by dou t is equal to c square into dou square u by dou x square. ഇതാണ് one dimensional heat equation. Here c square is equal to k by s rho, that is the diffusivity of substance. Diffusivity of substance, material diffusivity with unit centimeter square per second. അപ്പോൾ ഹീറ്റ് ഇക്വേഷന്റെ ഫോർമുല, ഹീറ്റ് ഇക്വേഷൻ എങ്ങനെയാണ്? dou square u by dou t is equal to c square into dou square u by dou x square. c square എന്ന് പറയുന്നത് k by s rho, where it is c square, it is k by s rho, that is the diffusivity of a substance, and unit is centimeter square per second. അപ്പോൾ one dimensional heat equationന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ is Schmidt method. Schmidt method. First is Schmidt method. For Schmidt method la nammal oru you have to consider a rectangular mesh in the xt plane. ഞാൻ മെഷ് വരയ്ക്കാം. xt പ്ലെയിനിൽ ഒരു നമ്മുടെ xy പ്ലെയിൻ എന്ന് സാധാരണ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ പറയുന്നത് ഇവിടെ xt പ്ലെയിൻ ആണ്.
consider a rectangular mesh in the xt plane with spacing h along x direction and k along y direction. With spacing h along x direction and k along y direction. അപ്പോൾ ഒരു റെക്ടാങ്കുലർ മെഷ് വേണം അസ്യൂം ചെയ്യാൻ. Spacing h along x direction and k along t direction. Now നമുക്ക് മെഷ് പോയിന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് മെഷ് പോയിന്റ്സ് ആർ ഡിനോട്ടഡ് ആസ് x, t is equal to IH, JK. ഇവിടെ x, t എന്ന് പറയുന്ന മെഷ് പോയിന്റ്സിനെ IH, JK ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ മെഷ് പോയിന്റ് xt or IH, JK ഡിനോട്ട് ചെയ്യുന്നത് IJ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? IJ എന്ന് ഡിനോട്ട് ചെയ്യും. സോ ഇവിടെ എങ്ങനെയാണ്? This is I minus 1J. ഈ പോയിന്റ് IJ, ഇവിടെ I plus 1J. അതായത് ഇതിനെ jth ലെവലിൽ വിളിക്കും. അപ്പൊ ഈ പോയിന്റ് എത്ര വരും? I, J plus 1. ഇവിടെ ഈ പോയിന്റ് I, J plus 1. This is the J plus 1th level. ഇത് jth ലെവൽ, ഇത് J plus 1th ലെവൽ. ഇവിടെ I minus 1J, IJ, I plus 1J. ഇത് I, J plus 1. നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു. അപ്പൊ ഇങ്ങനെ ഒരു മെഷ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതാം ഡോ യു ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു യു ഐ ജെ പ്ലസ് 1 minus uij divided by k. Dou u by dou t can be written as uij plus 1 minus uij divided by k, and dou square u by dou x square, dou square u by dou x square can be written as ui minus 1j minus 2uij plus ui plus 1j divided by x square. നമുക്ക് ഈ മെഷീൻ എഴുതാം ഡോ യു ബൈ ഡോ ടി is equal to uij plus 1 minus uij by k, and dou square u by dou x square is equal to ui minus 1j minus 2uij plus ui plus 1j by x square. Now substitute dou u by dou t and dou square u by dou x square into equation 1. ഈ dou u by dou t യുടെ വാല്യൂ dou square u by dou x square ന്റെ വാല്യൂ ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ജനറൽ ഹീറ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? ജനറൽ ഹീറ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ substituting in 1 general heat equation lote substitute emo we will get uij plus 1 minus uij is equal to kc square by x square into ui minus 1j minus 2uij plus ui plus 1
ജെ ഇങ്ങനെ കിട്ടും. uij plus 1 minus uij is equal to kc square by x square into ui minus 1j minus 2uij plus ui plus 1j. അതായത് ഡോ യു ബൈ ഡോ ടിയുടെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ വാല്യൂസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. which can be written as ui j plus 1 is equal to alpha into ui minus 1j alpha into ui minus 1j plus 1 minus 2 alpha into uij plus alpha into ui plus 1j. Here alpha is equal to kc square by x square. അതിനെയാണ് മെഷ് റേഷ്യോ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. മെഷ് റേഷ്യോ പാരാമീറ്റർ. Alpha is kc square by x square, that is mesh ratio parameter. ഇതിന്റെ സ്കീമാറ്റിക് ഫോം ആണ് ഞാൻ നേരത്തെ വരച്ച മെഷ്. അതിനെ അപ്പോൾ ആ മെഷിനകത്ത് രണ്ട് ലെവൽ ഉണ്ടായതുകൊണ്ട് ഇതിനെ 2 ലെവൽ ഫോർമുല എന്ന് വിളിക്കും. 2 ലെവൽ ഫോർമുല. ഇറ്റ് ഈസ് നോൺ ആസ് 2 ലെവൽ ഫോർമുല. jth ലെവലും j plus 1th ലെവലും ഉള്ളതുകൊണ്ട് 2 level formula എന്ന് പറയും. So this formula, that is equation 2, helps us or enables us to determine value of u at the I comma j plus 1th mesh point in terms of the known function values at points xi minus 1, xi and xi plus 1 at the instant tj. അപ്പോൾ tj ഇൻസ്റ്റന്റിൽ xi minus 1, xi plus 1 എന്നുള്ള പോയിന്റ്സിലെ വാല്യൂസ് അറിയാം. അപ്പോൾ അതിന്റെ ടേംസിൽ നമുക്ക് I, j plus 1th mesh പോയിന്റിലെ u വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിച്ച് പറ്റും. So this is a relation between, അതായത് ഈ equation, this equation is a relation between function values at 2 levels j plus 1 and j. j plus 1 ലെ function value, j plus 1th ലെവലിലെ function value, jth ലെവലിലെ function value തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ 2 ലെവൽ ഫോർമുല എന്ന് വിളിക്കും. ഇതിനെ 2 ലെവൽ ഫോർമുല എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് I, j plus 1, I, j plus 1 എന്നുള്ള മെഷ് പോയിന്റിലെ u വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് in terms of known values at points xi, xi minus 1 and xi plus 1. xi minus 1, xi plus 1 ലെ വാല്യൂസ് known ആണ്. അത് ആ വാല്യൂസിനെ ടേംസിൽ I, j plus 1th mesh പോയിന്റിലെ u വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റിലേഷൻ എന്ന് പറയുന്നത് j plus 1ഉം jth ലെവലും തമ്മിലുള്ള ഒരു റിലേഷൻ ആയതുകൊണ്ട് ഇതിനെ 2 ലെവൽ ഫോർമുല എന്ന് വിളിക്കും. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 2, equation marked 2 is known as Schmidt explicit formula. So equation 2 is known as Schmidt explicit formula. Equation 2 is known as Schmidt explicit formula. Schmidt explicit formula എന്നാണ് equation 2 നെ വിളിക്കുന്ന പേര്. ഇതാണ് Schmidt explicit formula. So first method for finding solution of one dimensional heat equation is Schmidt method. അതിൽ Schmidt explicit formula ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
Second is Crank-Nicolson method. Crank-Nicolson method. നമ്മൾ നേരത്തെ കണ്ട ഷിമിൻ സ്കീം എന്ന് പറഞ്ഞാൽ it is computationally simple and convergent, and for convergent results alpha less than half, that is k less than x square by 2c. അതിനായിരുന്നു അത് നല്ലത്. So to obtain more accurate results h should be small, that is k is necessarily very small. So this makes computation exceptionally lengthy as more time levels would be required to cover the region. അതായത് നമ്മളെ ഷിമിൻ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമ്പ്യൂട്ടേഷനലി സിംപ്ലർ ആയിരുന്നു. അതിന്റെ ഒരു കൺവേർജന്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൽഫ ഷുഡ് ബി ലെസ് ദാൻ ഹാഫ്. ഷിമിൻ മെത്തേഡില് കൺവേർജന്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആൽഫ ഷുഡ് ബി ലെസ് ദാൻ ഹാഫ്. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ എച്ചിന്റെ വാല്യൂ സ്മോൾ ആയിരിക്കണം. അപ്പോൾ കെ വിൽ ബി നെസസറിലി സ്മോൾ. കാരണം എന്താ, ആൽഫ ലെസ് ദാൻ ഹാഫ് എന്ന് പറയുന്നത്. സോ കെ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 2c. എച്ചിന്റെ വാല്യൂ കുറയുമ്പോൾ കെ കുറച്ചും കൂടി നല്ല കുറവായിരിക്കും. അപ്പോൾ നമ്മള് കമ്പ്യൂട്ടേഷൻ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ലെങ്തി ആയിരിക്കും. കാരണം അതിന് കൂടുതൽ ടൈം ലെവൽസ് വേണ്ടി വരും. നമ്മൾ ജെത്ത് ലെവലും j+1 ലെവലുമാണ് ഷിമിൻസ് മെത്തേഡിൽ എടുത്തിരുന്നെങ്കിൽ എച്ച് വാല്യൂ കുറച്ചുകൂടെ കുറയ്ക്കുമ്പോൾ ജെ വീണ്ടും കുറയും. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം ലെവൽസിന്റെ ആവശ്യം വരും. സോ മെത്തേഡ് that does not restrict alpha and reduces volume of calculation was proposed by Crank and Nicolson in the year 1947. അപ്പോൾ ക്രാങ്കും നിക്കോൾസനും കൂടി ചേർത്താണ് അവിടെ ഒരു മെത്തേഡ് ഫോർമുലേറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്തത്. അതിനകത്ത് എങ്ങനെയാണ് ആൽഫ വാല്യൂക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, കാൽക്കുലേഷന്റെ വോളിയവും കുറഞ്ഞിരുന്നു. സോ അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് dou square u by dou x square is replaced by average of central difference approximation on jth and j+1 time rows. അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിനെ എന്താണ് റീപ്ലേസ് ചെയ്യുന്നത്, ആവറേജ് ഓഫ് സെൻട്രൽ ഡിഫറൻസ് അപ്രോക്സിമേഷൻസ് ഓൺ jth and j+1 റോ. അപ്പൊ jth റോയിലെയും j+1 റോയിലെയും സെൻട്രൽ ഡിഫറൻസ് അപ്രോക്സിമേഷന്റെ ആവറേജ് ഉപയോഗിച്ചാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ വാല്യൂ റീപ്ലേസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് ഇക്വേഷൻ ഡോ യു ബൈ ഡോ ടി is equal to c square into dou square u by dou x square. ഈ ഇക്വേഷൻ 1നെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? u I j+1 minus u ij divided by h is equal to c square into half of u I minus 1 j minus 2 u I j plus u I plus 1 j divided by x square plus u I minus 1 j plus 1 minus 2 u I j plus 1 plus u I plus 1 j plus 1 divided by x square. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. This can be simplified as minus alpha into u I minus 1 j plus 1 plus 2 plus 2 alpha into u I j plus 1 minus alpha
ui plus 1 j plus 1 equal to alpha into ui minus 1 j plus 2 minus 2 alpha into uij plus alpha into ui plus 1 j. ഇതാണ് equation 3. So clearly we can see the left side of 3 contains 3 unknown values of u at j plus 1th level, while all the 3 values on the right are known values at jth level. അപ്പോൾ equation 3 ലെ രണ്ട് സൈഡ് നോക്കിക്കേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് j plus 1th ലെവലിലെ വാല്യൂസ് ആണ്, അതെല്ലാം അൺനോൺ വാല്യൂസ്. അതേസമയം റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ എല്ലാം jth ലെവലിലെ വാല്യൂസ് ആണ്, അതെല്ലാം നോൺ വാല്യൂസ് ആണ്. So this equation 3 is known as 3a ആണ് ക്രാങ്ക്-നിക്കോൾസൺ ഫോർമുല എന്ന് വിളിക്കുന്നത്. ക്രാങ്ക്-നിക്കോൾസൺ ഫോർമുല. Crank-Nicolson formula. Equation 3 is known as Crank-Nicolson formula, and it is convergent for all finite values of alpha. മെഷ് വരയ്ക്കുവാണെങ്കിൽ this is I minus 1 j plus 1 I j plus 1 I plus 1 j plus 1. ഇതാണ് j plus 1th level. ഇത് I minus 1 j I j I j I plus 1 j. This is jth level. Note t, ഇത് x, ഇതാണ് h, and this is k. So if there are n internal mesh points on each row, then the relation 3 gives n simultaneous equation for n unknown values in terms of the non-boundary values. അപ്പോൾ നമുക്ക് n internal mesh points ഉണ്ട്. ഒരു റോയിൽ n internal mesh points ഉണ്ടെങ്കിൽ relation 3, that is Crank-Nicolson formula, gives n simultaneous equations for n unknown values in terms of the boundary values. അപ്പോൾ നമുക്ക് അറിയാവുന്ന ബൗണ്ടറി വാല്യൂസിന്റെ ടേംസിൽ n unknown equations ഉണ്ട്, n mesh points ഉണ്ടെന്നുണ്ടെങ്കിൽ, n internal mesh points ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ബൗണ്ടറി വാല്യൂസിന്റെ ടേംസിൽ Crank-Nicolson ഫോർമുല n simultaneous equations ജനറേറ്റ് ചെയ്യും. അപ്പോൾ Crank-Nicolson നമുക്ക് ഇവിടെ ആ jth ലെവലിൽ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്, അത് നമുക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ബൗണ്ടറി കണ്ടീഷൻസിന്റെ ടേംസിൽ എത്ര ഇന്റേണൽ മെഷ് പോയിന്റ്സ് ഉണ്ടോ അത്രയും സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ഈ Crank-Nicolson ഫോർമുല ജനറേറ്റ് ചെയ്യും. അത്രയും സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഈ Crank-Nicolson ഫോർമുല ജനറേറ്റ് ചെയ്യും. അപ്പം ഈ Crank-Nicolsonനെയാണ് ഇംപ്ലിസിറ്റ് സ്കീം എന്ന് പറയുന്നത്. Crank-Nicolson ഫോർമുല എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് സ്കീം എന്ന് വിളിക്കും. ഈ മെത്തേഡിനെ ഇംപ്ലിസിറ്റ് സ്കീം എന്ന് വിളിക്കും. ദാറ്റ് ഈസ് calculation of unknown mesh value necessitates the solution of a set of simultaneous equation, and this method is known as implicit scheme. അപ്പോൾ ഷ്മിറ്റ് ഫോർമുല എന്ന് പറയുന്നത് അത് എക്സ്പ്ലിസിറ്റ് മെത്തേഡും ഇതെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് മെത്തേഡും ആണ്.